ചിലരുണ്ട്, എത്ര വിഷമിച്ചിരുന്നാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സന്തോഷിപ്പിക്കും. ഒടുവിൽ എല്ലാ ദുഃഖവും മറന്ന് നാം പൊട്ടിച്ചിരിക്കും. ഒരു യഥാർത്ഥ സുഹൃത്ത് നിങ്ങൾ ആരാണെന്ന് അംഗീകരിക്കുന്നു മാത്രമല്ല, നിങ്ങൾ ആരായിരിക്കണമെന്ന് സഹായിക്കുകയും ചെയ്യുന്നു. ആദ്യം എത്തുന്നയാൾക്ക് മുത്തുച്ചിപ്പി ലഭിക്കും. രണ്ടാമനെ അതിൻ്റെ പുറംതോട് ലഭിക്കും. ഒരു ആശയം ലഭിച്ചാൽ വെച്ചു താമസിപ്പിക്കാതെ അത് പ്രാവർത്തികമാക്കുക. ഒരു യഥാർത്ഥ സുഹൃത്ത് നിങ്ങൾ ആരാണെന്ന് അംഗീകരിക്കുന്നു മാത്രമല്ല, നിങ്ങൾ ആരായിരിക്കണമെന്ന് സഹായിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വസ്ത്രം ധരിക്കുന്ന രീതി നിങ്ങളുടെ മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നല്ല വസ്ത്രധാരണം സുസ്ഥിരമായ സന്തോഷത്തിനും മെച്ചപ്പെട്ട ജീവിതത്തിനും സഹായിക്കുന്നു. വിഷാദരോഗ സാധ്യതയെ കുറയ്ക്കുന്നു. പിശാച് യോദ്ധാവിനോട് മന്ത്രിച്ചു, നിങ്ങൾക്ക് കൊടുങ്കാറ്റിനെ നേരിടാൻ കഴിയില്ല. യോദ്ധാവ് മറുപടി നൽകി, ഞാൻ തന്നെയാണ് കൊടുങ്കാറ്റ്. നിങ്ങളുടെ ഒരു നിമിഷത്തെ ദേഷ്യം മണിക്കൂറുകൾ വരെ നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷിയെ ദുർബലപ്പെടുത്തും. വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പ്രവർത്തിക്കുക മാത്രമല്ല, സ്വപ്നം കാണുകയും വേണം. ആസൂത്രണം ചെയ്യുക മാത്രമല്ല, വിശ്വസിക്കുകയും വേണം. നിങ്ങൾ ആരാലും സ്നേഹിക്കപ്പെടുന്നത് രാവിലെ ആരംഭിച്ച് വൈകുന്നേരത്തോടെ അവസാനിക്കുന്നില്ല. അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തപ്പോൾ ആരംഭിച്ച് നിങ്ങൾ ഏറ്റവും ആവശ്യമുള്ളപ്പോൾ അവസാനിക്കുന്നു. കഴിവുള്ള ആളുകൾക്ക് പലപ്പോഴും കൈയക്ഷരം മോശമായിരിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. കാരണം അവരുടെ തലച്ചോറ് അവരുടെ കൈകളേക്കാൾ വേഗത്തിൽ പ്രവർത്തിക്കുന്നു. തോൽവി അറിയുമ്പോഴാണ് വിജയം ഏറ്റവും മധുരമുള്ളതാകുന്നത്. നിങ്ങൾ ധൈര്യത്തോടെ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ ജീവിതം വളരെ എളുപ്പമാണ്. ചിരിയുടെ പിന്നിലെ ദുഃഖവും മിഴിയുടെ പിന്നിലെ കണ്ണുനീരും ദേഷ്യത്തിന് പിന്നിലെ സ്നേഹവും അറിയുന്നതാണ് യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ്. ജീവിതത്തിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത നിമിഷങ്ങളുണ്ടാവും. അന്നു മുതൽ നമ്മൾ സ്വയം സംസാരിച്ചു തുടങ്ങും, സ്വയം തീരുമാനിച്ചു തുടങ്ങും. സ്വന്തം ഹൃദയം എറിഞ്ഞുടക്കാനുള്ള കല്ല് പലപ്പോഴും നമ്മൾ തന്നെ മറ്റുള്ളവരുടെ കയ്യിൽ കൊണ്ട് കൊടുക്കാറുണ്ടെന്നതാണ് സത്യം. നിങ്ങളുടെ ജീവിതത്തിലെ ഒരിടത്തു നിന്ന് കാര്യങ്ങൾ എങ്ങനെ മാറി നിങ്ങൾ ഇവിടെ അവസാനിച്ചുവെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മറ്റൊരാൾ നിങ്ങളെക്കുറിച്ച് പറയുന്ന കള്ളത്തെ ചിരിച്ചുകൊണ്ട് തള്ളിക്കളയാൻ പറ്റുന്നതിനെയാണ് പക്വത എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും നിങ്ങളുടെ ഭയത്തിൻ്റെ മറുവശത്ത് കാത്തിരിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ വിജയങ്ങളും നേടാൻ നിങ്ങളുടെ ജീവിതവും സമയവും ശക്തിയും ഉപയോഗിക്കുക. സിംഹം വിശക്കുമ്പോൾ വേഗത്തിൽ ഓടുന്നു. മനസ്സൊന്ന് കലങ്ങുമ്പോൾ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ച് സാരമില്ലെന്ന് പറയുന്ന കൂട്ടുകാരോളം വരില്ല പോയ്മുഖമുള്ള പല സ്നേഹങ്ങളും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശോഭയുള്ള ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇരുണ്ട വശം സ്വയം അപ്രത്യക്ഷമാകും. വിജയിച്ച വ്യക്തിയും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം ശക്തിയുടെ അഭാവമല്ല, അറിവിൻ്റെ അഭാവമല്ല, മറിച്ച് ഇച്ഛാശക്തിയുടെ അഭാവമാണ്. ആവേശം നഷ്ടപ്പെടാതെ ഒരു പരാജയത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചുവടുവെക്കാനുള്ള കഴിവാണ് വിജയം. ഭക്ഷണക്രമവും ആരോഗ്യവും പോലെ നിങ്ങളുടെ ആരോഗ്യത്തിന് ബന്ധങ്ങളും ആവശ്യമാണ്. എൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും സുഖത്തിലും ദുഃഖത്തിലും എന്നോടൊപ്പം ഉണ്ടായ എൻ്റെ സുഹൃത്തിന് ആയിരം ആയിരം നന്ദി. ആവേശം നഷ്ടപ്പെടാതെ ഒരു പരാജയത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചുവടുവെക്കാനുള്ള കഴിവാണ് വിജയം. വിജയിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവരോട് പുച്ഛം തോന്നും. അത് മാറാൻ ഒന്ന് കാലിടറിയാൽ മതി. പരിചിതർ മാത്രമുള്ള ഒരു വലിയ ആൾക്കൂട്ടത്തിൽ അകപ്പെട്ടാൽ നിങ്ങൾ ആദ്യം തിരയുന്നത് ആരെയാണ്? അയാളാണ് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ യഥാർത്ഥ കാവൽക്കാരൻ. പരിശീലനത്തിൻ്റെ ഓരോ നിമിഷവും നമ്മൾ വെറുക്കുന്നു. പക്ഷേ അപ്പോൾ നമ്മൾ ഓർക്കണം, വേണ്ട, ഇപ്പോൾ കഷ്ടപ്പെടാം, എന്നിട്ട് ജീവിതകാലം മുഴുവൻ ഒരു ചാമ്പ്യനായി ജീവിക്കാം. പുരുഷന്മാർ കാണുന്നതിനോട് പ്രണയത്തിലാകുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ എപ്പോഴും സുന്ദരികൾ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു.